ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് അടുത്തിടെ പുറത്തിറങ്ങി ഒരുപാട് ശ്രദ്ധ പിടിച്ചു പറ്റിയ പറന്നു പോ എന്ന് പറയുന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ മൂവിയിലെ കൊച്ചു നായകനായ അൻപിനെ കാണിക്കുന്നു. അവൻ ഒരു ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു. അവൻ ആ ക്ലാസ്സിലിരിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ബോറടിക്കുന്ന കാരണം ഓൺലൈൻ ക്ലാസ്സിലുള്ള തന്റെ മറ്റു കുട്ടികൾക്ക് അവനാകട്ടെ ഇമോജീസും ഗെയിം കളിക്കാനുള്ള ലിങ്കുകളും ഒക്കെ അയക്കുന്നുണ്ട്. അതിൽ ജന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾക്ക് അവൻ ഹേർട്ട് ഇമോജി അയക്കുന്നു. അവൾ അത് കണ്ട് ചിരിക്കുമ്പോൾ ടീച്ചർ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. അൻപത് എനിക്ക് മെസ്സേജ് അയച്ചു എന്ന് ആ പെൺകുട്ടി പറയുന്നു. ബാക്കിയുള്ള കുട്ടികളും പറയുന്നുണ്ട് ഞങ്ങൾക്കും അവൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അത് കേട്ടതും ടീച്ചർ ആകട്ടെ അവനെ വഴക്ക് പറയുന്നു. ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറയുമ്പോൾ അവൻ പറയുന്നത് ടീച്ചറിന്റെ ക്ലാസ് വളരെയധികം ബോറാണെന്നാണ്. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കാൻ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് വീട്ടിൽ അമ്മയും അച്ഛനും ആരും തന്നെ ഇല്ലാന്ന്. അവനെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് അമ്മയും അച്ഛനും ജോലിക്ക് പോയിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലുള്ള ഗ്രില്ല് അവർ പൂട്ടിയിട്ട് പോകും. മെയിൻ ഡോർ മാത്രമേ ഇവനെ കൊണ്ട് തുറക്കാൻ പറ്റൂ. അങ്ങനെ അവന്റെ അച്ഛൻ ഗോകുലിനെ ടീച്ചർ വിളിച്ച് കംപ്ലൈന്റ് പറയുന്നുണ്ട്. ഞങ്ങൾ ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞിട്ട് അയാളെ തിരക്ക് പിടിച്ച് ഫോൺ വയ്ക്കുന്നു. ഗോകുലിന്റെ വൈഫ് ഗ്ലോറി ആകട്ടെ ഒരു സാരി ഷോപ്പിന്റെ ഓണർ ആയിരുന്നു. കോയമ്പത്തൂരിൽ നടക്കുന്ന ഒരു എക്സ്പോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവൾ പോയിരിക്കുകയായിരുന്നു. അവിടെ ഒരു സ്റ്റാൾ അവൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അവൾ തിരിച്ചെത്തു. അതുവരെ അൻപിന്റെ കാര്യങ്ങൾ നോക്കാൻ ഗോകുലിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഗോകുൽ ജോലിക്ക് പോകുന്ന കാരണം പുറത്തുനിന്ന് അവൻ പൂട്ടിയിട്ട് പോകും. അൻപ് എപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. ഗ്ലോറി സ്വിഗ്ഗി വഴി അവന് പിസ്സ ഓർഡർ ചെയ്ത് കൊടുക്കുന്നു. അവൻ ഗ്രില്ലിലൂടെ ആ പിസ്സ വാങ്ങിക്കുമ്പോൾ അത് കൊണ്ടുവന്ന ഡെലിവറി ബോയോട് പറയുന്നുണ്ട് ഞാനൊരു പീസ് നിങ്ങൾക്കും തരാം, കുറച്ചു നേരം എന്നോട് സംസാരിക്കുമോ എന്ന്. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് എനിക്ക് ബോറടിക്കുന്നു. എന്നാൽ തനിക്ക് ടൈമില്ല എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ പോയി. പിസയൊക്കെ കഴിച്ച് നല്ല കുട്ടിയായിട്ടിരിക്കണമെന്നാണ് ഗ്ലോറി അവനോട് പറയുന്നത്. അവൻ പിസയും കഴിച്ച് എന്തെങ്കിലും സിനിമയൊക്കെ കണ്ടിരിക്കും. ഒറ്റയ്ക്കിരിക്കാൻ അവൻ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. അവന് ക്ലാസ് ബോറടിക്കുന്നുണ്ട്. അതിനൊന്നും കയറാതെ അവനിരുന്ന സിനിമ കാണും, BTSന്റെ പാട്ട് കാണും. ഇതൊക്കെ തന്നെയായിരുന്നു അവന്റെ പരിപാടി. അവന്റെ കയ്യിലുള്ള സ്കേറ്റിംഗ് ബോർഡ് വെച്ചിട്ട് അവൻ വീടിനുള്ളിൽ തന്നെ സ്കേറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കും. സാധനങ്ങളൊക്കെ തട്ടിമറിച്ചിടും. അങ്ങനെ അവിടെ വെച്ചിരുന്ന ഒരു ഓയിലിന്റെ ടിന്നിലും അവൻ തന്റെ സ്കേറ്റ് ബോർഡ് കൊണ്ടുപോയി ഇടിക്കുന്നു. അത് പൊട്ടി ഓയിൽ ഒഴുകാൻ തുടങ്ങി. ഗോകുൽ വരുമ്പോ കാണുന്നത് അവനിങ്ങനെ വീടെല്ലാം മെസ്സാക്കി ഇട്ടിരിക്കുന്നതാണ്. നീ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് അവനെ വഴക്ക് പറയുമ്പോൾ അൻപ് അതൊന്നും ശ്രദ്ധിക്കാതിരുന്ന് ഫുൾ വോളിയത്തിൽ സിനിമ കാണുകയായിരുന്നു. ദേഷ്യം വന്ന ഗോകുല് അവന്റെ ബോർഡ് എടുത്ത് വീടിന്റെ മുകളിൽ എവിടെയോ ഒളിപ്പിച്ചു വെക്കുന്നു. ഗോകുല് വന്ന് അവനെ കുറെ വഴക്ക് പറയുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ മൂവിയും കണ്ടുകൊണ്ടിരിക്കാതെ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഓയിലെല്ലാം തന്നെ ലീക്കാക്കിയ കാര്യം നീ അമ്മയോട് പറഞ്ഞു. താൻ ഓൾറെഡി അമ്മയോട് പറഞ്ഞു, അമ്മയോട് സോറിയും പറഞ്ഞു എന്ന് അവൻ പറയുന്നു. വെറുതെ എന്നോട് കള്ളം പറയരുത്, നീ ഇതൊന്നും അമ്മയോട് പറഞ്ഞിട്ടില്ല. ഇല്ല, താൻ പറഞ്ഞു എന്ന് അവൻ വീണ്ടും വീണ്ടും പറയുന്നു. എന്നാലും ഗോകുലാകട്ടെ അവനെ അടിക്കുന്നു. വെറുതെ നീ കള്ളം പറയുകയാണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ആഹാരം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്ലോറിയെ വിളിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഓൾറെഡി തന്നെ അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അവൻ ഗ്ലോറിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന്. അവൻ സോറിയും പറഞ്ഞു. അറിയാതെ പറ്റിപ്പോയതായിരുന്നു അത്. അവൻ വെറുതെ കള്ളം പറഞ്ഞതാണെന്ന് കരുതിയിട്ട് അവനെ അടിച്ചത് ശരിയായില്ല എന്ന് ഗോകുലിന് തോന്നി. അയാൾക്ക് ശരിക്കും വിഷമമായി. ഗ്ലോറിയുടെ കൂടെ സ്റ്റാൾ നിൽക്കുന്ന പെൺകുട്ടിയായിരുന്നു മൈന. അവളെ കൂട്ടിക്കൊണ്ടു പോവാൻ അവളുടെ ബോയ്ഫ്രണ്ട് കുരുവി വന്നിട്ടുണ്ട്. ഗ്ലോറി അവിടെ നിന്നും കുറെ ദൂരം നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി അവിടെ നിന്നും ബസ് പിടിച്ച് കുറെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങണം. അവിടെ നിന്നും കുറച്ച് മാറിയിട്ടാണ് അവളുടെ റൂം ഉള്ളത്. ബസ് ഇറങ്ങി കഴിയുമ്പോൾ അവളോട് ഒരു ഓട്ടോക്കാരൻ ചോദിക്കുന്നുണ്ട് എവിടെയെങ്കിലും കൊണ്ടുവിടണമെന്ന്. എന്നാൽ അവള് പറയുന്നു വേണ്ട, താൻ നടന്നു പൊയ്ക്കൊള്ളാമെന്ന്. അവിടെ നിന്നും കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ട് അവൾ നടന്ന് തന്റെ ലോഡ്ജിലെത്തും. ആ വഴിയെല്ലാം തന്നെ പലപ്പോഴും അവൾ ഒറ്റയ്ക്കായിരുന്നു നടന്നിരുന്നത്. അവൾ റൂമിലെത്തുമ്പോഴേക്കും ഗൂഗിൾ ആഹാരം ഉണ്ടാക്കി അൻപിന് കൊടുത്ത ശേഷം അവിടെ എല്ലാം തന്നെ ക്ലീൻ ആക്കുന്നു. ഗ്ലോറിക്ക് ആസ്മയുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ തവണ ബലൂൺ ഊതി വീർപ്പിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അവൾ ആ എക്സസൈസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് കിടക്കുന്നതിന് മുമ്പ് ഗോകുലിനെ ഫോണും ചെയ്യുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് അൻപാകട്ടെ തന്റെ ഡയറി ബുക്കില് വാട്ട് ഈസ് ഇൻ യുവർ ബ്രെയിൻ എന്ന പേജില് എഴുതി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗൂഗിൾ ഫോട്ടോ എടുത്ത് ഗ്ലോറിക്ക് അയച്ചു കൊടുക്കുന്നു. അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തായിരുന്നു അതായിരുന്നു അവൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ജെന്നയുടെ കൂടെ കളിക്കണം, ജങ്ക് ഫുഡ് കഴിക്കണം, പൂളിൽ പോയി നീന്തണം, അമ്മയുടെ അച്ഛന്റെ നടുക്ക് കിടന്നുറങ്ങണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഗ്ലോറി അവനെ ഒരുപാട് മിസ് ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ ഗൂഗിളിനേക്കാൾ മുന്നേ എഴുന്നേറ്റതായിരുന്നു നമ്മുടെ അൻപ്. അവൻ ഗൂഗിളിനെ ഉണർത്താതെ അവിടെ നിന്നും പുറത്തെ ഗ്രില്ലിന്റെ ചാവി എടുക്കുന്നു. അതിന്റെ അടിക്കാകട്ടെ ഗോകുല് വലിക്കുന്ന സിഗരറ്റിന്റെ കവർ താഴേക്ക് വീഴുന്നുണ്ട്. ഗോകുല് സിഗരറ്റ് വലിക്കുന്നത് അൻപന് ഒട്ടും ഇഷ്ടമല്ല. അവൻ ദേഷ്യത്തോടു കൂടി അതെടുത്ത് കളഞ്ഞിട്ട് നേരെ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് പുറത്തു നിന്നും ആ ഗ്രില്ല് പൂട്ടുന്നു. ഗോകുൽ ഉണർന്നു വരുമ്പോ മര്യാദയ്ക്ക് ഗ്രില്ല് തുറക്കുന്നതാ നല്ലത്. എന്നാൽ അവൻ പറയുന്നു തന്റെ സ്കേറ്റിംഗ് ബോർഡ് എടുത്തു തന്നാൽ മാത്രമേ ഇത് തുറക്കൂ എന്ന്. അവന്റെ നിർബന്ധം കാരണം ഗൂഗിൾ ആകട്ടെ സ്കേറ്റിംഗ് ബോർഡ് എടുത്തു കൊടുക്കുന്നു. എന്നാൽ നമ്മുടെ അൻപാകട്ടെ ഗ്രില്ല് തുറക്കാതെ സ്കേറ്റിംഗ് ബോർഡ് എടുത്തുകൊണ്ട് ടെറസിന്റെ മുകളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് കുറെ നേരം കളിക്കുന്നു. ദൂരെയുള്ള മലയിലേക്കും മരങ്ങളിലേക്കും നോക്കി അവൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ തേടി വരാൻ പോവുകയാണെന്ന്. അവിടെ നിന്ന് ഒരു പൂവും പറിച്ചുകൊണ്ട് വന്ന് അവനാകട്ടെ ഗ്രില്ലിന്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ അച്ഛനു വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറയുന്നു. എടാ അത് മര്യാദയ്ക്ക് തുറക്ക്, എനിക്കിപ്പോ ജയിലിൽ കിടക്കുന്ന ഫീലാണ് തോന്നുന്നതെന്ന് ഗോകുല് പറയുന്നുണ്ട്. എന്നാൽ തിരിച്ച് അൻപ് പറയുന്നത് എത്രയോ ദിവസം നിങ്ങൾ എന്നെ ഇതുപോലെ പൂട്ടിയിട്ടിട്ട് പോയിട്ടുണ്ട്. എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ. ഒറ്റയ്ക്ക് ഇതിനകത്തിരുന്ന് എനിക്ക് ശ്വാസം മുട്ടും, ബോറടിക്കും, ആരും സംസാരിക്കാനും ഇല്ല, എനിക്ക് പുറത്തിറങ്ങിപ്പോയി കളിക്കാനും പറ്റില്ല. തന്നെ അവൻ പൂട്ടിയിട്ട വിവരം ഗോകുലാകട്ടെ ഗ്ലോറിയെ വിളിച്ചു പറയുന്നു.
അവൾക്കത് കേൾക്കുമ്പോ ചിരിയാണ് വരുന്നത്. മൈനയുടെ കൂടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗ്ലോറി. ചേച്ചിക്ക് സഹോദരിയും സഹോദരനും ഒന്നും തന്നെ ഇല്ലേന്ന് മൈന ചോദിക്കുമ്പോൾ ഗ്ലോറി പറയുന്നുണ്ട് തനിക്കൊരു അനിയത്തി ഉണ്ടെന്ന്. പക്ഷെ അവളുമായിട്ട് ഇപ്പോൾ മിണ്ടാനൊന്നും പറ്റില്ല. അവൾ ഈ കോയമ്പത്തൂരിൽ തന്നെയാ ഉള്ളത്. ഗ്ലോറി ക്രിസ്ത്യനും ഗോകുൽ ഹിന്ദുവുമാണ്. മതം മാറി കല്യാണം കഴിച്ചുകൊണ്ട് ഗ്ലോറിയെ വീട്ടിൽ നിന്നും പുറത്താക്കിയതാണ്. അത് കാരണം അവൾക്ക് വീട്ടുകാരോട് ഇപ്പോൾ മിണ്ടാൻ പോലും പറ്റില്ല. എന്റെ സഹോദരി ഇല്ലെങ്കിലും അതിന് പകരമായിട്ട് നീ ഇപ്പൊ എന്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഗ്ലോറി അവൾക്ക് ആഹാരം വാരി കൊടുക്കുന്നു. മൈനയ്ക്കും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇവിടെ നമ്മുടെ അൻപാകട്ടെ ഫ്ലാറ്റിന്റെ താഴെ നിന്ന് സ്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് അവൻ മുകളിലേക്ക് നോക്കി ഗോകുലിനോട് വിളിച്ചു പറയുന്നുണ്ട് എന്നെ ബൈക്കിൽ ഒരു റൈഡിന് കൂട്ടിക്കൊണ്ട് പോവാമെങ്കിൽ ഞാൻ ആ ഗ്രില്ല് തുറക്കാമെന്ന്. അയൽവക്കത്തുള്ള ഒരു സ്ത്രീയും ഗോകുലിനോട് പറയുന്നുണ്ട് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഇങ്ങനെ വീട്ടിൽ തന്നെ അടച്ചിരുത്തുന്നത്. അവൻ പറയുന്ന പോലെ അവനെ ഒന്ന് പുറത്തൊക്കെ കറക്കാൻ കൊണ്ടുപോകും. ഞങ്ങൾ ഇവിടുത്തെ നായയെ പോലും എന്നും വാക്കിന് കൊണ്ടുപോകും. ഇവൻ പാവം ഇങ്ങനെ എപ്പോഴും റൂമിനകത്ത് ഇരിക്കുകയില്ലേ, അവനെ ഒന്ന് പുറത്തു കൊണ്ടുപോകും. ആ സ്ത്രീ പറയുന്ന കേട്ടപ്പോ ഗോകുലിനും കഷ്ടം തോന്നിയിട്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് പറയുന്നു. എന്നാൽ ഇപ്പൊ തന്നെ കൊണ്ടുപോകണമെന്ന് അവൻ വാശി പിടിക്കുന്നു. പക്ഷെ അവൻ പല്ല് പോലും തേച്ചിട്ടുണ്ടായിരുന്നില്ല. നീ വന്ന് പല്ല് തേച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറയുമ്പോ അവൻ കള്ളം പറയുന്നുണ്ട് താൻ പല്ല് തേച്ചു എന്ന്. അങ്ങനെ ഗോകുലിനെ താഴേക്ക് വിളിച്ചിറക്കി അവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ പോവുകയാണ്. ബൈക്കിൽ പോകുമ്പോ ഗോകുലിന് മനസ്സിലായി അൻപ് പല്ല് തേച്ചിട്ടില്ല എന്ന്. അങ്ങനെ ഒരു ചെറിയ കടയിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് പേസ്റ്റും ബ്രഷും ഒക്കെ വാങ്ങി ഇവനെ കൊണ്ട് പല്ല് തേപ്പിക്കുന്നു. അവിടെ ചായ ഉണ്ടായിരുന്നു. അവന് ചായ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കാൻ തുടങ്ങി. കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഗ്ലോറി അവന് പാല് മാത്രമാണ് കൊടുക്കുന്നത്. അവൻ ചായ കുടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് തനിക്കൊരു ചായ കുടിക്കണമെന്ന് അവൻ പറയുന്നു. അടുത്തുണ്ടായിരുന്ന ഒരു അപ്പൂപ്പനാകട്ടെ അവന് വേണ്ടിയിട്ടൊരു ചായ പറയുന്നു. ഗോകുല് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ആ അപ്പൂപ്പൻ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ അൻപ് ഹാപ്പി ആയിട്ട് ചായയൊക്കെ കുടിക്കാന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് ഗോകുലിന്റെ ബൈക്കിന്റെ ലോൺ ഏജന്റിനെ കാണുന്നത്. കുറച്ച് നാളായിട്ട് ഗോകുല് ലോൺ അടയ്ക്കുന്നുണ്ടായിരുന്നില്ല. ആ ഏജന്റ് ഇവനെ തപ്പി നടക്കുകയായിരുന്നു. കയ്യോടെ ഇവനെ കണ്ടതും അയാൾ ഇവനെ ഫോളോ ചെയ്യാൻ ആരംഭിച്ചു. ഗോകുല് പെട്ടെന്ന് അൻപിനെ വിളിച്ച് ബൈക്കിലിരുത്തി അവിടെ നിന്നും വിട്ടുപോകുന്നു. അയാള് പിറകെയും. ഇവർ രണ്ടുപേരും നല്ല സ്പീഡിലാണ് പോകുന്നത്. അൻപ് അതെല്ലാം തന്നെ എൻജോയ് ചെയ്യുകയായിരുന്നു. ചായ കുടിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ബൈക്ക് റൈഡ് അൻപിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു വിധത്തിൽ ആ ലോൺ ഏജന്റിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവർ ഒരിടത്ത് പോയിരിക്കുന്നു. അപ്പോഴേക്കും സമയം കുറെ കഴിഞ്ഞു. രണ്ടുപേർക്കും നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു. തനിക്ക് ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് അൻപ് വാശി പിടിക്കാൻ തുടങ്ങി. ബർഗർ ഷോപ്പ് ആകട്ടെ അവിടെ നിന്നും ഒരുപാട് ദൂരെയാണ്. അവന്റെ വാശി കാരണം ഒരു വിധത്തില് ഗോകുലാകട്ടെ ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട് അവനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലോൺ ഏജന്റിന്റെ കോള് വരുന്നു. അയാളാകട്ടെ ഗോകുലിനെ തപ്പി വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നീ തിരിച്ചു വരുന്നിടം വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അയാൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഗോകുലിന് തന്നെ കേട്ടിട്ട് ദേഷ്യം വരുന്നു. അൻപാകട്ടെ അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ആ ഏജന്റിനെ കുറെ തെറി വിളിക്കുന്നു. അടുത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാം തന്നെ ഇത് കണ്ടിട്ട് ഇങ്ങനെയാണോ കുട്ടികളെ വളർത്തുന്നതെന്ന് ചോദിക്കുന്നു. ഞാനവനെ വളർത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഗോകുല് തടിതപ്പി അവനെയും കൂട്ടി പുറത്തിറങ്ങി. നിന്നോട് ആരാ ഈ വക വേർഡുകളൊക്കെ പറഞ്ഞു തരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് താൻ മൂവീസിൽ കാണുന്നതാണെന്ന്. ഓൺലൈനിൽ അവൻ കുത്തിയിരുന്ന സിനിമ കാണും. അതിൽ നിന്നെല്ലാം പഠിക്കുന്ന ചീത്ത വാക്കുകളായിരുന്നു ഇതൊക്കെ. ഇനി മേലാൽ അങ്ങനത്തെ ഒരു സിനിമയും കാണരുതെന്ന് പറഞ്ഞിട്ട് ഗോകുൽ അവനെ ശാസിക്കുന്നുണ്ട്. ഒരു നല്ല റോഡ് കണ്ട സ്ഥിതിക്ക് താൻ ഇവിടെ സ്കേറ്റ് ചെയ്തോട്ടെന്നാണ് അൻപ് ചോദിക്കുന്നത്. അധിക ദൂരം പോവരുതെന്ന് പറഞ്ഞിട്ട് അവനെ സ്കേറ്റ് ചെയ്യാൻ വിടുന്നു. ഗോകുൽ എന്നിട്ട് ഒരു സിഗരറ്റും വലിച്ചിരുന്ന ഗ്ലോറിയെ വിളിക്കുകയായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ആ ലോൺ ഏജന്റ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. 2 ദിവസത്തേക്ക് വീട്ടിലേക്ക് പോയില്ലെങ്കിൽ അയാൾ തിരിച്ചു പോയിക്കൊള്ളും. അതുകൊണ്ട് ഇവിടെ നിന്നും കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ തന്റെ അച്ഛന്റെ അമ്മയുടെ വീടാണ്. താൻ ഇവനെയും കൂട്ടി അവിടേക്ക് പോകാമെന്നാണ് ഗോകുൽ പറയുന്നത്. എന്നാ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് ഗ്ലോറിയും പറയുന്നു. 2 ദിവസം കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാലിന്റെ പരിപാടി കഴിയും. അപ്പോഴേക്കും താൻ തിരിച്ചെത്തും. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാശ് കിട്ടും. അത് വെച്ചിട്ട് ലോൺ തിരിച്ചടിക്കാമെന്നാണ് ഗ്ലോറി പറയുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അൻപിനെ കാണുന്നില്ല. അവനാകട്ടെ സ്കേറ്റ് ചെയ്ത് ഒരുപാട് ദൂരം പോയിട്ടുണ്ടായിരുന്നു. പേടിച്ചു പോയ ഗോകുല് അവനെ തിരക്കി ഓടാൻ തുടങ്ങി. എന്നാൽ അവൻ നോക്കുമ്പോഴാകട്ടെ അൻപ് നല്ലപോലെ സ്കേറ്റ് ചെയ്ത് പോകുന്നതാണ് കാണുന്നത്. അതവൻ ഗ്ലോറിയോട് പറയുമ്പോ അവൾക്ക് ഒരുപാട് സന്തോഷമായി. അതിനിടയ്ക്ക് ഗ്ലോറിയുടെ കടയിലാകട്ടെ ഒരു അമ്മുമ്മ വന്നിട്ട് ഒരു സാരിയുടെ വില ചോദിക്കുന്നു. 2000 രൂപയായിരുന്നു അതിന്റെ വില. 800 രൂപയ്ക്ക് കൊടുക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. അവരുടെ കൊച്ചുമകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ സാരി ഉടുത്തു കഴിഞ്ഞാൽ തന്റെ കൊച്ചുമകള് ഒരു ഏഞ്ചലിനെ പോലെ തോന്നിക്കുമെന്ന് അവർ പറയുന്നു. എന്നാൽ 2000 രൂപയുടെ സാരി 800 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലോറിക്ക് നല്ല നഷ്ടമായിരുന്നു. 800 രൂപയ്ക്ക് കിട്ടാത്ത കാരണം ആ അമ്മുമ്മ വിഷമിച്ച് അവിടെ നിന്നും പോകുന്നു. ആ നേരത്താണ് ഗ്ലോറി ഗോകുലിന്റെ സ്റ്റാറ്റസ് കാണുന്നത്. അൻപ് സ്കേറ്റ് ചെയ്യുന്നത് വീഡിയോ എടുത്ത് അവൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഏഞ്ചല് പറക്കുകയാണെന്നാണ് അതിൽ ക്യാപ്ഷൻ കൊടുത്തിരുന്നത്. അത് കണ്ടപ്പോൾ സന്തോഷം തോന്നിയ ഗ്ലോറി ആകട്ടെ ആ അമ്മുമ്മയെ തിരിച്ചു വിളിച്ചിട്ട് ആ 2000 രൂപയുടെ സാരി 800 രൂപയ്ക്ക് കൊടുക്കുന്നു. അവരും സന്തോഷത്തോടെ അത് വാങ്ങിക്കൊണ്ടുപോയി. ഇവിടെ ഗോകുലാകട്ടെ തന്റെ അമ്മയുടെ അച്ഛന്റെയും വീട്ടിലെത്തി. അമ്മൂമ്മയാണ് അൻപിനെ കുളിപ്പിച്ച് റെഡിയാക്കുന്നത്. ഗോകുലിന്റെ പഴയ ഡ്രസ്സും എടുത്ത് അവൻ ഇട്ടുകൊടുക്കുന്നു. അവൻ വന്ന് ഗോകുലിന്റെയും അപ്പൂപ്പന്റെ അടുത്തിരിക്കുമ്പോ അവർ രണ്ടുപേരും ടിവിയും കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് തനിക്ക് ബോറടിക്കുന്നു, ഇതിലും ഭേദം പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവൻ പാർട്ടിയുടെ അടുത്തേക്ക് പോയി. അതേ ടൈമിൽ ഗ്ലോറി സ്റ്റോറിൽ നിൽക്കുമ്പോൾ അവളുടെ അനിയത്തിയും കുടുംബവും അവിടെ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്ന കാണുന്നു. അനിയത്തിയെ കണ്ടതും അവൾ ഒളിച്ചിരുന്ന് അനിയത്തിയുടെ കുഞ്ഞിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അവരെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ
ഫേസ് ചെയ്യാൻ അവൾക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ മൈനയ്ക്ക് കാര്യം മനസ്സിലായതോടുകൂടി അവളാകട്ടെ ഗ്ലോറിയുടെ അനുജത്തിയെ ആ സ്റ്റോളിലേക്ക് വിളിച്ചു കയറ്റുന്നു. എന്നിട്ട് സാരിയൊക്കെ വില കുറച്ച് പറയുന്നു. ഏതെടുത്താലും 1000 എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തു എന്ന് പറയുന്നു. ഗ്ലോറി അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. ഈ സാരിക്കൊക്കെ 1000 രൂപയുള്ളൂ ചോദിക്കുമ്പോ ഇത് നിങ്ങളുടെ സ്വന്തം സിസ്റ്ററിന്റെ കടയാണ്, 1000 രൂപയ്ക്ക് തരുമെന്ന് പറയുന്നു. സ്വന്തം സിസ്റ്ററോ എന്ന് ചോദിക്കുമ്പോഴാണ് ഗ്ലോറിയെ മൈന പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഗ്ലോറിയെ കണ്ടതും അവളുടെ അനുജത്തിയുടെ മുഖം തന്നെ മാറി. വീട്ടുകാരെല്ലാം വെറുപ്പിച്ച് പോയതല്ലേ, നീ അതുകൊണ്ടാണ് ഇങ്ങനെ സാരിക്കടയിട്ട് ജീവിക്കേണ്ടി വരുന്നത്. സ്വന്തം മതം കളഞ്ഞ് സാത്താന്റെ വഴി തേടിപ്പോയ നിനക്ക് ഇതൊക്കെ വരാൻ പോകൂ. ഇതിൽ കൂടുതൽ ഒന്നും വരില്ല, നശിച്ചു പോകുമെന്ന് പറഞ്ഞ് പ്രാവിക്കൊണ്ടാണ് ഗ്ലോറിയുടെ അനുജത്തി അവിടെ നിന്നും പോകുന്നത്. അതോടുകൂടി ഗ്ലോറി ആകെ തകർന്നു. മൈനയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഗ്ലോറിയുടെ അനുജത്തി ഇങ്ങനെ പെരുമാറുമെന്ന്. ഇവിടെ ഗോകുലും അവന്റെ അച്ഛനും ചേർന്നിരുന്ന് അൻപിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണ്. അവന് വലിയൊരു തുക സ്കൂൾ ഫീസ് ആകും. പിന്നെ സ്വിമ്മിംഗ് ക്ലാസ് ഉണ്ട്, കോച്ചിങ് ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഇതിനെല്ലാം തന്നെ കുറെ രൂപ ചെലവാകുമായിരുന്നു. അവൻ ഇപ്പോൾ സ്കേറ്റ് ചെയ്ത് നടക്കുന്ന ആ ബോർഡിന് പോലും 4500 രൂപയാണ്. നീ എന്തിന് ഇതിനൊക്കെ കാശ് ചെലവാക്കുന്നെന്ന് പറഞ്ഞിട്ട് അയാൾ അവനെ വഴക്ക് പറയുന്നു. എന്നാൽ ഗോകുല് പറയുന്നത് അവനെ കാശ് കൊടുത്ത് അത്രയും വലിയ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അവന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെല്ലാം തന്നെ VIP-യുടെ മക്കളായതുകൊണ്ടാ. അവൻ വളർന്നു കഴിയുമ്പോൾ അവന്റെ ഫ്രണ്ട് സർക്കിൾ മുഴുവൻ വലിയ വലിയ ആൾക്കാരായിരിക്കും. അത് അവന്റെ ഫ്യൂച്ചറിന് നല്ലതാണ്. അങ്ങനെ എന്തൊക്കെയോ ഗോകുല് പറയുന്നു. അതൊന്നും തന്നെ അവന്റെ അച്ഛന് മനസ്സിലായില്ല. അൻപ് കഴിക്കാൻ പോയ സമയത്ത് ഗോകുല് മുകളിലേക്ക് വന്ന് സിഗരറ്റും വലിച്ചുകൊണ്ട് ഗ്ലോറിയെ വിളിക്കുന്നു. അവള് കുറച്ച് സങ്കടത്തിലായിരുന്നു. എന്നാലും അതൊന്നും തന്നെ പുറത്ത് കാണിക്കുന്നില്ല. ഗോകുലിന് മുട്ടുവേദനയുണ്ട് ചെറുതായിട്ട്. അതിപ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്നാണ് അവൻ പറയുന്നത്. ശരിക്കും അവന് നല്ല വേദനയുണ്ടായിരുന്നു. അൻപിന്റെ കൂടെ ഇന്നും മുഴുവൻ ഓടിയത് കാരണമാണ് ഇതെല്ലാം കൂടിയത്. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അൻപ് അവനോട് വന്ന് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന്. എനിക്ക് പാട്ടിയുടെ വീട്ടിൽ നിൽക്കണ്ട. എന്താ ഏതാണെന്നോ എന്നോട് ചോദിക്കരുത്. ഞാനൊരു ജെന്റിൽമാൻ ആണ്. കാര്യം ഞാൻ പറയില്ല. അവൻ നിർബന്ധം പിടിക്കാൻ തുടങ്ങി പാട്ടിയുടെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി. കാര്യം അന്വേഷിച്ചിട്ട് പറയുന്നില്ല. ഗ്ലോറി പറയുന്നുണ്ട്, വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട, എന്തെങ്കിലും കാര്യം ഉണ്ടാകും. തൽക്കാലം അവിടെ നിന്ന് മാറി ഏതെങ്കിലും ലോഡ്ജിൽ റൂം എടുക്കാൻ. എന്നാൽ ഗോകുല് വീണ്ടും അൻപിനോട് ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അൻപ് ദേഷ്യപ്പെട്ട് സ്കേറ്റിംഗ് ബോർഡ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. മെയിൻ റോഡിലേക്കായിരുന്നു അവൻ ഓടുന്നത്. അതുകൊണ്ട് പേടിച്ച് ഗോകുലാകട്ടെ ബൈക്ക് എടുത്ത് അവന്റെ പിറകെ പോയി. അവൻ റോഡിന്റെ ഒരു വശത്ത് നിൽപ്പുണ്ടായിരുന്നു. വീണ്ടും അവനോട് പോയി കാര്യം ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കിവിടെ പാട്ടിയുടെ വീട്ടിൽ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന്. കാര്യം മാത്രം എന്നോട് ഇപ്പൊ ചോദിക്കരുത്. അങ്ങനെ വേറെ വഴിയില്ലാതെ പെട്ടെന്ന് തന്നെ ഗോകുല് അവിടെ നിന്ന് അവനെയും കൂട്ടിയിറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് അവൻ കാര്യം പറയുന്നത്. നമ്മുടെ അമ്മ ജോലിക്ക് പോകുന്നത് മോശപ്പെട്ട കാര്യമാണോ? നല്ല വീട്ടിലെ സ്ത്രീകൾ ജോലിക്ക് പോകില്ലേ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അപ്പോ ഗോകുലിന് കാര്യം മനസ്സിലായി. ഗോകുലിന്റെ അമ്മ ഗ്ലോറി ജോലിക്ക് പോകുന്നതിനെ പറ്റി അൻപിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഗോകുലിന്റെ അമ്മയുടെ കാലത്ത് വീട്ടിലെ സ്ത്രീകൾ ജോലിക്കൊന്നും പോകില്ല. അവര് വീട്ടിൽ തന്നെയാണ് കഴിയുന്നത്. അതുകൊണ്ട് ഗ്ലോറി ഇങ്ങനെ മറ്റൊരു നാട്ടിൽ പോയി ജോലി ചെയ്യുന്നതും കൂടാതെ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നതും ഒന്നും തന്നെ ഗോകുലിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അൻപിനോട് പറഞ്ഞപ്പോ അൻപിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഗോകുല് പറയുന്നുണ്ട്, നിന്റെ അമ്മ ജോലി ചെയ്തില്ലെങ്കിലാണ് അത് വിഷമമായിട്ട് തോന്നേണ്ടത്. നിന്റെ അമ്മ ഇങ്ങനെ ജോലിക്ക് പോകുന്നതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് നീ അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട. അങ്ങനെ അവനെയും കൂടി കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. ഒടുവിൽ അവര് അവിടെ അടുത്ത് കണ്ടൊരു സ്ഥലത്തേക്ക് കയറി നിൽക്കുന്നു. അവിടെ ഒരു വൃദ്ധനായ മനുഷ്യൻ തീയൊക്കെ കൂട്ടി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇവരെ കണ്ട് അയാൾ പറയുന്നുണ്ട്, ഈ മഴ ഇപ്പോഴെങ്ങും തോരില്ല, നിങ്ങളും ഇവിടെ കിടന്നുകൊള്ളാൻ. ഗ്ലോറി ആ സമയം വിളിക്കുമ്പോൾ നിങ്ങൾ ലോഡ്ജിലെത്തിയെന്ന് ചോദിക്കുമ്പോൾ ഗോകുല് കള്ളം പറയുന്നുണ്ട്, തങ്ങൾ ലോഡ്ജിൽ മുറിയെടുത്തു എന്ന്. ശരിക്കും അവര് റോഡരികിലാണ് കിടന്നുറങ്ങുന്നതെന്ന് അവളോട് പറയാൻ നിന്നില്ല. ഗ്ലോറി പതിവ് പോലെ വണ്ടി ഇറങ്ങി നടക്കാൻ നേരം ഓട്ടോക്കാരൻ വീണ്ടും ഓട്ടോ വേണമെന്ന് ചോദിക്കുന്നു. വേണ്ട, താൻ നടന്നോളാന്ന് പറഞ്ഞിട്ട് അവൾ നടന്നു പോവുകയാണ്. പക്ഷെ ഇത്തവണ ഒരു ബൈക്കുകാരനാകട്ടെ അവളെ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും പാസ് ചെയ്യുകയും അവളെ ഫോളോ ചെയ്യുകയും അവളെ നോക്കി ചിരിക്കുകയും കൈ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നു. പേടിച്ച് നിൽക്കുകയായിരുന്നു അവള്. ആ സമയത്ത് അതുവഴി വന്ന ഓട്ടോക്കാരനെ കണ്ടിട്ട് അവള് കൈ കാണിച്ചിട്ട് തന്നെ ആ റൂമിന്റെ അടുത്ത് ഇറക്കുന്നതിന് എത്ര രൂപയാണെന്ന് ചോദിക്കുന്നു. അയാൾ 250 രൂപയാണ് പറയുന്നത്. അവള് പറയുന്നുണ്ട്, ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവിടം വരെ വരാൻ തന്നെ 300 രൂപയാണ് എല്ലാരും വാങ്ങിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും നിങ്ങൾ 250 പറയുന്നു. ശരിക്കും അതുകൊണ്ടാണ് ഞാൻ ഓട്ടോ വിളിക്കാത്തത്. ഇതിപ്പോ ഒരാള് എന്നെ ശല്യം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഓട്ടോയ്ക്ക് കൈ കാണിച്ചത് തന്നെ. എന്നാൽ അത് കേട്ടപ്പോ ആ ഓട്ടോക്കാരന് സങ്കടം തോന്നിയിട്ട് അയാൾ പറയുന്നുണ്ട്, ഇഷ്ടമുള്ളത് തന്നാ മതി, ഞാൻ റൂമിലേക്ക് ആക്കി തരാമെന്ന്. അങ്ങനെ അവള് റൂമിലെത്തിയ ശേഷം ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവന് ഫോൺ ചെയ്യുന്നുണ്ട്. അവൻ ശരിക്കും ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവളോട് കള്ളം പറയുന്നു, ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയതെന്ന്. അങ്ങനെ രാത്രിയിൽ ഗോകുലും അൻപും ആ വൃദ്ധനും അവിടെ കിടന്നുറങ്ങി. അത് രാവിലെ ആകട്ടെ ഗോകുല് കണ്ണു തുറന്നു നോക്കുമ്പോ ആ വൃദ്ധനെയും കാണുന്നില്ല, അൻപിനെയും കാണുന്നില്ല. അവൻ ആകെ പേടിച്ചു പോയി. ആ വൃദ്ധൻ അൻപിനെയും കൊണ്ട് പോയെന്നാണ് അവൻ വിചാരിച്ചത്. ബൈക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതും അൻപിന്റെ വിളി ദൂരെ നിന്നും ഗോകുല് കേൾക്കുന്നു. അത് കേട്ട് പേടിച്ച് ബൈക്കൊക്കെ തറയിലിട്ടിട്ട് ഗോകുല് വിളി കേട്ട സ്ഥലത്തേക്ക് ഓടിപ്പോവുകയാണ്. അപ്പോഴാണ് അവൻ കാണുന്നത് അൻപാകട്ടെ ആ മലമുകളിൽ കയറി നിൽക്കുന്നത്. അവൻ തനിയെ കയറിപ്പോയതാണ്. പക്ഷെ അവന് ഇറങ്ങാൻ അറിയില്ല. നീ എന്തിനാണ് അവിടെയൊക്കെ വലിഞ്ഞു കയറിയെന്ന് പറഞ്ഞിട്ട് ഗോകുല് കഷ്ടപ്പെട്ട് ആ മലയുടെ മുകളിലേക്ക് പോകുന്നു. അവൻ എല്ലായിടത്തും വലിഞ്ഞു പിടിച്ച് കയറും. പക്ഷെ തിരിച്ചിറങ്ങാൻ മാത്രം അവൻ അറിയില്ല. ആ മുട്ടുവേദനയും വെച്ചിട്ട് കഷ്ടപ്പെട്ട് ഗോകുല് മുകളിൽ കയറിയപ്പോഴേക്കും നല്ല തളർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും അൻപ് അവിടേക്ക് കയറിയതിന്റെ ഉദ്ദേശം നല്ലൊരു സൂര്യോദയം കാണാനായിരുന്നു. അന്ന് ആദ്യമായിട്ട് അച്ഛനും മകനും ഒരുമിച്ച് ചേർന്നിരുന്ന് അവരുടെ ലൈഫിലെ ഏറ്റവും നല്ല സൂര്യോദയം
സൂര്യോദയം കാണുന്നു. കുറച്ചു കഴിയുമ്പോ അപ്പൂപ്പൻ തിരിച്ചു വരുന്നുണ്ട്. അയാളാകട്ടെ ഇവർക്ക് വേണ്ടി ആഹാരം വാങ്ങാൻ പോയതായിരുന്നു. പാവം ഗോകുല് അയാളെ തെറ്റിദ്ധരിച്ചു. അയാളോട് അവൻ ക്ഷമ പറയുന്നു. എന്തിനാണ് അവൻ തന്നോട് ക്ഷമ പറഞ്ഞതെന്ന് പോലും ആ വൃദ്ധന് മനസ്സിലായില്ല. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്തിനാ എത്ര കഷ്ടപ്പെടുന്നതെന്ന് വൃദ്ധനോട് ചോദിച്ചപ്പോ അതൊന്നും സാരമില്ല, നിങ്ങൾ ഈ ആഹാരം കഴിക്കുന്നു പറഞ്ഞിട്ട് ആ ആഹാരം അവർക്ക് കൊടുക്കുന്നു. ഇവിടെ അടുത്തൊരു കുളമുണ്ട്, ആദ്യം പോയി മുഖമെല്ലാം കഴുകിയിട്ട് വന്നിട്ട് കഴിക്കാനാണ് പറയുന്നത്. കുളമെന്ന് കേട്ടതും അൻപാകട്ടെ ഓടി കുളത്തിന്റെ അടുത്തേക്ക് പോയി. ഗോകുല് പറയുകയും അവൻ ചെല്ലുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇരുന്ന് തുണി അലക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും ഗോകുലിന് മനസ്സിലായി അത് തന്റെ പഴയ കളിക്കൂട്ടുകാരി വനിതയാണെന്ന്. വനിതയ്ക്കും ഗോകുലിനെ കണ്ട് മനസ്സിലായി. ഇവർ രണ്ടുപേരും 5ാം ക്ലാസ് വരെ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. ഗോകുല് അൻപിന് തന്റെ പഴയ കൂട്ടുകാരിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഗോകുലിന്റെ ചൈൽഡ്ഹുഡ് ക്രഷ് ആയിരുന്നു നമ്മുടെ വനിത. 5ാം ക്ലാസ്സില് ഇവൾക്ക് വേണ്ടി സൂര്യകാന്തി പൂ പറിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയ ഗോകുലാകട്ടെ പിന്നീട് തിരിച്ചു വന്നില്ല. എന്നാൽ ഗോകുല് പറയുന്നുണ്ട് അന്ന് കുടുംബമായിട്ട് ഞങ്ങള് സിറ്റിയിലേക്ക് താമസം മാറി, അതാണ് പിന്നെ തിരിച്ചു വരാനൊന്നും പറ്റാഞ്ഞതെന്ന്. അൻപാകട്ടെ ഗോകുലിനോട് നീന്താൻ വരാൻ പറയുന്നു. എന്നാൽ വനിത പറയുന്നുണ്ട് നിന്റെ അച്ഛന് നീന്താനൊന്നും അറിയില്ല എന്ന്. അവൻ ഇപ്പോഴും നീന്തല് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അവന് പേടിയായിരുന്നു കുളത്തിലേക്ക് ഇറങ്ങാൻ. എന്നാൽ അൻപും വനിതയും അവിടെ മത്സരിച്ച് നീന്താൻ തുടങ്ങി. ഗോകുലാകട്ടെ ഗ്ലോറിയെ വിളിച്ച് വനിതയെ കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. അൻപും ഗോകുലും ആകട്ടെ വനിതയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഗ്ലോറിക്ക് വനിതയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ വീഡിയോ കോൾ ചെയ്ത് അവർ പരസ്പരം സംസാരിക്കുന്നു. വനിതയുടെ ഹസ്ബൻഡ് ഗുണശേഖരനും അവരുടെ മകൻ കുമാറും അവിടെ ഉണ്ടായിരുന്നു. കുമാർ ആകട്ടെ അൻപിനെയും കൂട്ടി അവിടെ ഉണ്ടായിരുന്ന മലമുകളിലൊക്കെ കൊണ്ടുപോയി ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ ഗുണശേഖരനും ഗോകുലും ബൈക്കിൽ പോകാൻ നേരത്ത് വഴിയിൽ സൂര്യകാന്തി പാടം കണ്ടിട്ട് ഗോകുല് അവിടെ നിന്നൊരു പൂ തനിക്ക് പറിക്കണമെന്ന് പറയുന്നു. ഇതെന്തിനാന്ന് ചോദിക്കുമ്പോൾ ഗുണശേഖരൻ എന്തെങ്കിലും തോന്നുന്നു കരുതിയിട്ട് ഗോകുല് പറയുന്നത് അൻപനാണെന്നാണ്. എന്നാൽ ശരിക്കും അത് വനിതയ്ക്ക് കൊടുക്കാനായിരുന്നു. പണ്ടിതുപോലെ കൊടുക്കാമെന്ന് പറഞ്ഞു പോയിട്ട് അവനത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ കുമാറിനോട് അൻപ് തന്റെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. തനിക്ക് ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം. എന്റെ അച്ഛന്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബൈക്ക് റൈഡിന് ഇറങ്ങുന്നത്. എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട, അച്ഛന്റെ കൂടെ ഇങ്ങനെ റൈഡ് പോകുന്നതാ ഇഷ്ടം. അവിടെ മഴ പെയ്യാൻ ആരംഭിച്ചപ്പോ ഈ രണ്ടു കുട്ടികളും ചേർന്നിട്ട് മഴയത്ത് ഒരുപാട് നേരം ഡാൻസ് കളിക്കുന്നു. അൻപനാകട്ടെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നുണ്ട്. എന്നാൽ നാച്ചുറലായിട്ട് എങ്ങനെ ടോയ്ലറ്റിൽ പോകാമെന്ന് കുമാർ പറഞ്ഞു കൊടുക്കുന്നു. 2 കല്ലൊക്കെ സെറ്റാക്കി അവൻ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. വെള്ളവും ടോയ്ലറ്റ് പേപ്പറും ഇല്ലാത്ത കാരണം ഏല ഉപയോഗിക്കാനാണ് അവൻ പറയുന്നത്. അങ്ങനെ ഗ്രാമത്തിലുള്ള എല്ലാ ജീവിതശൈലിയും നമ്മുടെ കുമാർ ഇവന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഗുണശേഖരനും ഗോകുലും തിരിച്ചെത്തിയപ്പോ ഗോകുലിന്റെ കയ്യിലെ സൂര്യകാന്തി കണ്ടിട്ട് വനിത പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും ഇത് നിനക്ക് തരാൻ തോന്നിയല്ലോ എന്ന്. അപ്പോ ഗുണശേഖരന് കാര്യം മനസ്സിലായി, ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഇത് പറിച്ചെടുത്തതെന്ന്. എന്നാൽ ഗുണശേഖരന് അവർ തമ്മിൽ സംസാരിക്കുന്നതോ പഴയ കാര്യങ്ങൾ പറയുന്നതോ ഒന്നും തന്നെ ഒരു പ്രശ്നമായിരുന്നില്ല. അയാൾ എല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തിരുന്നത്. ഇവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോകുലിന്റെ ഫോണിലേക്ക് അൻപിന്റെ കൂട്ടുകാരി ജന വിളിക്കുന്നുണ്ട്. അൻപ് എവിടെയാന്ന് ചോദിക്കുമ്പോ ജനയുടെ ഫാം ഹൗസിന്റെ അടുത്താണെന്ന് അവൻ പറയുന്നു. തങ്ങൾ ഫാം ഹൗസിലുണ്ട്, ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ജന ചോദിക്കുന്നു. എന്നാൽ ഗോകുല് പറ്റില്ല എന്ന് പറയുമ്പോൾ അൻപ് വാശി പിടിക്കുന്നു. അച്ഛനച്ഛന്റെ പഴയ ക്രഷിനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നില്ലേ, ഇവിടെ ഇരുന്ന് ആഹാരവും കഴിക്കുന്നു, എനിക്കും എന്റെ ക്രഷിനെ കാണണം. അത് കേട്ട് ബാക്കി എല്ലാവരും ചിരിക്കുന്നു. ഒടുവിൽ നിർബന്ധം പിടിച്ചതോടുകൂടി ഗോകുല് പോകാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അവിടെ നിന്നും പോകാൻ നേരം കുമാറിന്റെ കയ്യിലുണ്ടായിരുന്ന പമ്പരം അൻപ് വാങ്ങിക്കുകയും അൻപിന്റെ കയ്യിലുള്ള സ്കേറ്റിംഗ് ബോർഡ് കുമാറിന് കൊടുക്കുകയും ചെയ്തു. നീ എന്തിനാ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊടുത്തേന്ന് ഗോകുല് ചോദിക്കുമ്പോ അവൻ പറയുന്നുണ്ട് കുമാറിന് അത് ഇഷ്ടപ്പെട്ടു, അതുപോലെ എനിക്ക് ഈ പമ്പരമാണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഞാനിത് എടുക്കുന്നു. അവനെ സംബന്ധിച്ച് സാധനങ്ങളുടെ വിലയോ വലുപ്പോ ഒന്നും തന്നെ അവൻ നോക്കാറില്ല. അവൻ ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരുന്നു അവന് വേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് അത്രയും വില കൂടിയ സാധനം കൊടുത്തിട്ട് അവൻ ആ ചെറിയ പമ്പരം വാങ്ങിയത്. അങ്ങനെ പോകുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അൻപിന്റെ കാലിലെ ചെരുപ്പില്ല എന്ന്. അതും 14,000 രൂപ വരുന്ന ചെരുപ്പാണെന്നാണ് ഗോകുല് പറയുന്നത്. അതെവിടെ കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞിട്ട് അവനാകട്ടെ വഴക്ക് പറയാൻ തുടങ്ങി. ആ മലമുകളിൽ എവിടെയോ ആണെന്നാണ് അൻപ് പറയുന്നത്. അങ്ങനെ ചെരുപ്പും തേടി ഇവര് കുമാറിനെ വിളിച്ചുകൊണ്ട് വീണ്ടും മലമുകളിലേക്ക് പോകുന്നു. അൻപ് താഴെ തന്നെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് വനിത എവിടേക്ക് വന്നിട്ട് അൻപിനോട് സംസാരിക്കുന്നു. നിന്റെ ചെരുപ്പ് എവിടെ കൊണ്ടിട്ടെ എന്ന് ചോദിക്കുമ്പോ അവൻ പറയുന്നുണ്ട് തനിക്ക് ഓർമ്മയില്ലാന്ന്. ഒരു ചെരുപ്പ് മലമുകളിൽ നിന്ന് അവർക്ക് കിട്ടി, പക്ഷെ ബാക്കിയൊന്നും കിട്ടിയില്ല. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് ഗുണശേഖരനാകട്ടെ വേറെ 2 ചെരുപ്പ് കൊണ്ടുവന്ന് അൻപിന് കൊടുക്കുന്നു. 4,000 രൂപയുടെ ചെരുപ്പാ നീ കൊണ്ടു കളഞ്ഞെന്ന് പറഞ്ഞിട്ട് ഗോകുൽ അൻപിനെ വഴക്ക് പറയുമ്പോ വനിത അവനെ തടയുന്നു. 4,000 ആണെങ്കിലും 5,000 ആണെങ്കിലും ചെരുപ്പാണ്. വനിത ഗോകുലിനോട് പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെ മാറിപ്പോയത്, എനിക്കറിയാവുന്ന ഗോകുല് ചുറ്റുമുള്ള എല്ലാവരെയും ചിരിപ്പിക്കുന്നവനായിരുന്നു. ഇപ്പൊ നീ പാവം നിന്റെ കുട്ടിയെ തന്നെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഗോകുൽ സിഗരറ്റ് വലിക്കുന്നത് അൻപിന് ഒട്ടും ഇഷ്ടമല്ല. അതവൻ വനിതയോട് പറയുമ്പോ വനിത പറയുന്നുണ്ട് നിനക്കത് ഇഷ്ടമല്ലാന്ന് നീ നിന്റെ അച്ഛനോട് പറഞ്ഞാൽ മതി, നീ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിർത്താൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്കൊന്നും തന്നെ അവനാകട്ടെ ഗോകുലിനോട് മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവന്റെ പിണക്കം മാറ്റാൻ വേണ്ടി ഗോകുലാകട്ടെ തൊട്ടടുത്ത് കണ്ട ഐസുകാരന്റെ കയ്യിൽ നിന്നും ഒരു ഐസ് വാങ്ങുന്നു. ആ സമയത്ത് അൻപാകട്ടെ ഗ്ലോറിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് അമ്മയെ അച്ഛനെ ഇഷ്ടമല്ല, എനിക്ക് കുമാറിന്റെ അച്ഛനെ അമ്മയാണ് ഇഷ്ടമെന്ന്. ഞാൻ അവരുടെ കൂടെ താമസിച്ചു കൊള്ളാം, എനിക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകണ്ട, എനിക്ക് ഈ നാടും വീടും ഒക്കെയാണ് ഇഷ്ടം, സിറ്റിയിലോട്ട് വരാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് ആ വീട്ടിൽ ശരിക്കും എന്താ ഇഷ്ടപ്പെട്ടെന്ന് ഗ്ലോറി ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് കുമാറിന്റെ വീട്ടിലാരും വഴക്ക് പറയാറില്ല, അവൻ എന്ത് ചോദിച്ചാലും അവന്റെ അച്ഛനും അമ്മയും ചെയ്തു കൊടുക്കും, അവൻ ഇഷ്ടപ്പെടാത്തതൊന്നും അവർ ചെയ്യത്തുമില്ല.
ഒന്നുമില്ല. ഗ്ലോറി അവനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അപ്പോഴേക്കും ഗോകുൽ വന്ന് അവന്റെ കയ്യിൽ ഐസ് കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഐസ് വാങ്ങി കഴിക്കരുതെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. വല്ലപ്പോഴും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഗോകുൽ അവന്റെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് ഫോൺ വാങ്ങി ഗ്ലോറിയോട് സംസാരിക്കുന്നു. അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗോകുലിനോട് ഗ്ലോറി പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട് അതൊക്കെ അവൻ വെറുതെ പറയുന്നതാണെന്ന്. ചെറുപ്പത്തിൽ ഞാനും ഇതുപോലെ എന്റെ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും നീ കാര്യമാക്കണ്ട. പക്ഷെ ഗ്ലോറിയുടെ മനസ്സിൽ നിന്നും ആ കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നില്ല. സ്വന്തം അച്ഛനും അമ്മയാണ് ഇഷ്ടമല്ലാന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. അവള് വീണ്ടും ടെൻഷനോട് കൂടി ഗോകുലിനെ ഫോൺ വിളിക്കുന്നു. അപ്പോഴാകട്ടെ നമ്മുടെ അൻപ് കളിച്ച് താഴെ ഉണ്ടായിരുന്ന താറാവ് കൂട്ടങ്ങളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനെ നോക്കുന്ന ഒരാളും അവിടെയുണ്ട്. ഈ താറാവിനെ കണ്ടിട്ട് അവൻ അയാളോട് പറയുന്നുണ്ട് ഇതൊക്കെ ഡൈനോസേഴ്സിന്റെ കുട്ടികളെ പോലെ തോന്നുന്നുവെന്ന്. ഡൈനോസർ എന്താണെന്ന് അയാൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൈനോസറിനെ അറിയില്ലേ, ഞാൻ വരച്ചു കാണിക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന മണലിൽ ഒരു ഡൈനോസറിന്റെ രൂപം വരയ്ക്കുകയാണ്. ഗോകുൽ അതൊക്കെ വീഡിയോ കോൾ ചെയ്ത് ഗ്ലോറിയെ കാണിച്ചു കൊടുക്കുന്നു. നമ്മുടെ മകന് നല്ല കഴിവാണെന്നാണ് ഗോകുൽ പറയുന്നത്. അവൻ വരച്ച ഡൈനോസറിനെയൊക്കെ കണ്ടിട്ട് ആ താറാവുകാരൻ അവൻ അതിന്റെ കൂലിയായിട്ട് ഒരു മുട്ട കൊടുക്കുന്നു. അവൻ ആദ്യമായിട്ട് സമ്പാദിച്ചത് താറാവ് മുട്ടയാണെന്ന് പറഞ്ഞിട്ട് അവൻ അത് കൊണ്ടുവന്ന് ഗോകുലിനെ കാണിക്കുന്നു. എന്നിട്ട് അവർ വീണ്ടും നേരെ പോകുന്നത് ജെന്നയുടെ ഫാം ഹൗസിലേക്കായിരുന്നു. പോകുന്ന വഴിയിലെ സൂര്യകാന്തി പാടം കണ്ടിട്ട് അവൻ വണ്ടി നിർത്താൻ പറയുന്നു. അച്ഛനച്ഛന്റെ ക്രഷിന് വേണ്ടിയിട്ട് സൂര്യകാന്തി പൂ പറിച്ചില്ലേ, ഞാനും അതുപോലെ ജെന്നയ്ക്ക് വേണ്ടി ഒരെണ്ണം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. എന്നാൽ അവൻ തെരഞ്ഞു പിടിച്ച് ജെന്നയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു പൂ നോക്കി തന്നെയാണ് എടുക്കുന്നത്. ഇവർ അവിടെ ചെല്ലുമ്പോൾ ജെന്ന മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ജെന്നയും അൻപും അവിടെ മൂവി കാണാൻ പോയി. ഗോകുൽ അവിടെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ജെന്നയുടെ അച്ഛനും അമ്മയും അവിടേക്ക് വരുന്നു. കുറച്ചു നേരം ഗോകുലിനോട് സംസാരിക്കുന്നു. അൻപിനാകട്ടെ ആ പൂ അവൻ ജെന്നയ്ക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് പറയാൻ നാണമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ ഇത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നൊക്കെ അവൻ പറയുന്നു. എന്നിട്ട് അൻപിനെ വിളിച്ചുകൊണ്ട് ജെന്നയുടെ വീട്ടിലുള്ള ചെറിയ തിയേറ്റർ റൂം കാണിക്കാൻ കൊണ്ടുപോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഗോകുലാകട്ടെ ജെന്നയോട് പറയുന്നുണ്ട് ഇത് അൻപ് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന്. നന്നാണെന്ന് പറഞ്ഞിട്ട് ജെന്ന അത് വാങ്ങി. എന്നിട്ട് കുറച്ചു നേരം സിനിമ കണ്ടു കിടക്കുന്നു. അവിടെ ഒരു മസാജിങ് ചെയർ ഉണ്ടായിരുന്നു. അൻപത് കണ്ടിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ അവനെ കളിപ്പിക്കാൻ വേണ്ടിട്ട് ജെന്നയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇത് സ്പേസിലേക്ക് പോകുന്ന ഒരു സ്പേസ് ഷിപ്പ് ആണെന്ന്. ഇതിൽ കയറിയിരുന്ന് കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് സ്പേസിലേക്ക് പോകാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് തിരിച്ചു വരാൻ പറ്റൂ. നീ റെഡിയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കും പോകണമെന്നും പറഞ്ഞിട്ട് അവൻ കയറിയിരിക്കുന്നു. എന്നിട്ട് നീ ഇപ്പൊ പോവാൻ പോകുക, അടുത്ത സെക്കൻഡിനുള്ളിൽ നീ നാട് വിട്ടു പോകും എന്നൊക്കെ പറയുമ്പോഴേക്കും അവൻ പേടിക്കുന്നു, എനിക്ക് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ജെന്ന ചിരിച്ചുകൊണ്ട് പറയുന്നു ഇത് സ്പേസിലേക്ക് പോകാനുള്ളതല്ല, ഇതൊരു മസാജ് ചെയർ ആണ്. അങ്ങനെ എല്ലാരും കൂടെ അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങിയതോടുകൂടി അൻപിന് ശരിക്കും വിഷമം വന്നു. അവൻ ദേഷിച്ച് അവിടെ നിന്നും പോയി. ഗോകുൽ അവന്റെ പിറകെ പോകുമ്പോ അൻപ് പറയുന്നുണ്ട് അച്ഛനെങ്കിലും എന്നോട് സത്യം തുറന്നു പറയായിരുന്നു, വെറുതെ എന്നെ പറ്റിച്ചല്ലേ. എന്നാൽ ഗോകുൽ പറയുന്നു എടാ എനിക്കും അറിയില്ലായിരുന്നു അത് മസാജ് ചെയർ ആണെന്ന്, ഇതൊക്കെ വീട്ടിൽ ആരെങ്കിലും കൊണ്ടിടുമെന്ന് എനിക്കറിയൂ. അത് കേട്ടപ്പോ അൻപും ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഗ്ലോറി ആകട്ടെ തന്റെ പണമെല്ലാം അടങ്ങുന്ന പെട്ടി അവിടെ പൂട്ടി വെച്ചിട്ട് താക്കോലും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ കടയിൽ മൈന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറച്ച് കസ്റ്റമേഴ്സും. ഇവിടെ നമ്മുടെ ജെന്നയും അൻപും ചേർന്നിട്ട് പൂളിൽ കുളിക്കാൻ പോകുന്നു. അതിനിടയ്ക്ക് തന്നെ പറ്റിച്ചതിന് പകരമായിട്ട് ജെന്നയെ അൻപ് പറ്റിക്കുന്നുണ്ട്. തന്റെ കയ്യിലുള്ള മുട്ട ഡൈനോസറിന്റെ മുട്ടയാണെന്ന് പറഞ്ഞിട്ടാണ് പറ്റിക്കുന്നത്. സത്യമാണെന്ന് അവളും ആദ്യം വിശ്വസിക്കുന്നു. എന്നിട്ട് അത് ചോദിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛന്റെ അടുത്ത് പോയപ്പോഴാണ് സത്യം മനസ്സിലാക്കുന്നത്. നീ കള്ളത്തരം എന്നോട് പറഞ്ഞില്ലേന്ന് പറഞ്ഞിട്ട് അൻപുമായിട്ട് വഴക്കിടുന്നു. ഗ്ലോറി സ്റ്റോറിൽ നിന്നും പുറത്തിറങ്ങി കുറച്ച് അപ്പുറത്തുള്ളൊരു ഷോപ്പിലേക്ക് പോകുന്നു. അവിടെ നിന്ന് റൈഡിംഗ് ജാക്കറ്റ് അൻപിന് വേണ്ടി വാങ്ങാനായിരുന്നു അവൾ വന്നത്. കുറച്ചധികം വിലയുണ്ടായിരുന്ന സാധനം അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞ് 2000 രൂപയ്ക്ക് വാങ്ങാമെന്ന് വെച്ചു. അങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് അവൾ തിരിച്ചു വരുമ്പോൾ മൈന കടയിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആ പെട്ടിയും കാണുന്നില്ല. പണമടങ്ങുന്ന പെട്ടിയുമായിട്ട് മൈന മുങ്ങിയെന്ന് പേടിച്ച് അവൾ ആകെ ടെൻഷനോട് കൂടി അവിടെ എല്ലാം അന്വേഷിച്ചിട്ടും മൈനയെ കാണുന്നില്ല. ആകെ തകർന്ന് തന്റെ പണമെല്ലാം പോയിന്ന് വിചാരിച്ച് അവൾ തിരിച്ചു വരുമ്പോ അവളുടെ സ്റ്റോളിൽ മൈന നിൽക്കുന്നു. ആ പെട്ടി ഇരുന്നിടത്ത് തന്നെയുണ്ട്. അവൾ റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. താൻ മൈനയെ തെറ്റിദ്ധരിച്ചതാണെന്ന് ആലോചിച്ച് അവൾ വല്ലാതെ വിഷമിക്കുന്നു. മൈന അവളോട് വന്ന് പറയുന്നുണ്ട് തനിക്ക് അത്യാവശ്യമായിട്ട് ടോയ്ലറ്റിൽ പോകാൻ തോന്നി, അതുകൊണ്ട് പെട്ടി ഇവിടെ വെച്ചിട്ട് പോകേണ്ട സേഫ് അല്ലോ എന്ന് കരുതിയിട്ട് താൻ പെട്ടി എടുത്തിട്ടാണ് ടോയ്ലറ്റിൽ പോയതെന്നാണ് അവൾ പറയുന്നത്. താൻ ഒരുപാട് മൈനയെ തെറ്റിദ്ധരിച്ചതിൽ അവൾക്ക് വിഷമം ഉണ്ടായിരുന്നു. ഇവിടെ അൻപിനോടും ഗോകുലിനോടും ജെന്നയുടെ വീട്ടുകാര് അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ പറയുന്നു. ഗ്ലോറിയുടെ കാര്യം വിളിച്ചു പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ സ്റ്റേ ചെയ്യുന്നു. അതിനിടയ്ക്ക് അവർ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. തന്റെ മകന്റെ മുൻപിൽ തനിക്ക് സ്റ്റാർ ആകാൻ വേണ്ടിയിട്ട് ജെന്നയുടെ അച്ഛന്റെ കൂടെ ഒരു കോമ്പറ്റീഷന് നിൽക്കുകയാണ് നമ്മുടെ ഗോകുല്. എന്നാൽ ഗോകുല് വളരെയധികം മോശമായിട്ടായിരുന്നു ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. കുറെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ബോറടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ജെന്നയുടെ അമ്മ ഡാൻസ് ഒക്കെ കളിച്ചത് മതി, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് കൈയടിക്കുന്നു. എന്നാൽ അൻപ് പറയുന്നുണ്ട് ഇവരെല്ലാവരും ഇഷ്ടപ്പെട്ടില്ലല്ല കൈയടിക്കുന്നത്, അച്ഛന്റെ ഡാൻസ് നല്ല മോശമാണ്, ഇതൊന്നും നിർത്താൻ വേണ്ടിയാണ് കൈയടിക്കുന്നത്. അത് കേട്ടപ്പോ ഗോകുലിന് വിഷമമായി. ജെന്നയുടെ അച്ഛൻ അയാളെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ ഗോകുല് പറയുന്നു താൻ കുറച്ച് ഓവറായിരുന്നു എന്ന് തനിക്കും അറിയാമായിരുന്നു എന്ന്. അന്ന് ഗ്ലോറിയുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു കോയമ്പത്തൂരില്. അവള് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. മൈനയും കൂട്ടി പുറത്തിറങ്ങാൻ നേരത്ത് അവളാകട്ടെ മൈനയ്ക്ക് കുറച്ച് കാശ് കൊടുക്കുന്നു. എല്ലാ ദിവസവും 1000 രൂപയിലെ തരുന്നത്, ഇന്നെന്താ ചേച്ചി കൂടുതൽ തരുന്നതെന്ന് തനിക്കറിയാമെന്ന് മൈന പറയുന്നു. ഞാൻ ആ പെട്ടിയുമായിട്ട് മുങ്ങിയെന്ന് ചേച്ചി കരുതിയല്ലേ, അതിന്റെ വിഷമം കൊണ്ടല്ലേ എനിക്ക് കൂടുതൽ കാശ് തരുന്നത്. ചേച്ചിയുടെ ആ സംശയം ശരിയായിരുന്നു. ഞാൻ ശരിക്കും
ആ പെട്ടിയെടുത്തുകൊണ്ട് മുങ്ങിയതാണ്. കുരുവിക്ക് ആക്സിഡന്റ് ആയി എന്ന് അവന്റെ അമ്മ വിളിച്ചു പറഞ്ഞു. അത്യാവശ്യമായിട്ട് കാശ് വേണമായിരുന്നു. വേറൊന്നും ചിന്തിക്കാതെ ഞാൻ പെട്ടിയെടുത്തിറങ്ങി. പക്ഷെ പുറത്തു വരെ വന്നപ്പോ എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാൻ തിരിച്ചു പെട്ടി കൊണ്ടുവച്ചതാണ്. എന്നാൽ ഇത് കേട്ടപ്പോ ഗ്ലോറിക്ക് അവളുടെ അവസ്ഥ മനസ്സിലായി. ഞാനായിരുന്നെങ്കിൽ ആ പെട്ടിയും കൊണ്ട് അങ്ങ് പോകത്തേ ഉള്ളായിരുന്നു. നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നു. ഇവിടെ ജെന്നയുടെ അമ്മ ഇവർക്ക് രണ്ടുപേർക്കും ആഹാരം കൊടുക്കാൻ നേരത്ത് ദൂരെ ഇരുന്ന് ഗോകുൽ സിഗരറ്റ് വലിക്കുന്നത് അവർ കാണുന്നുണ്ട്. കുട്ടികൾ അത് കാണാന്ന് കരുതിയിട്ട് കുട്ടികളെ തിരിച്ചിരുത്തുന്നു. എന്നാൽ അൻപ് പറയുന്നുണ്ട്, എന്റെ അച്ഛൻ സിഗരറ്റ് വലിക്കുന്നത് ഞങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ആന്റി ഞങ്ങളെ ഇങ്ങനെ തിരിച്ചിരുത്തിയത്. എന്റെ അച്ഛൻ സിഗരറ്റ് വലിക്കുന്ന എനിക്കറിയാം. പലതവണ ഞാൻ നിർത്താൻ പറഞ്ഞതാ, പക്ഷെ കേൾക്കുന്നില്ല. എന്നാൽ ജെന്നയുടെ അമ്മ പറയുന്നുണ്ട്, ഇവിടെ ജെന്നയുടെ അച്ഛനും ഇതുപോലെ വലിയ സിഗരറ്റ് വലിക്കാരനായിരുന്നു. പക്ഷെ ജെന്നയോടുള്ള സ്നേഹം കൊണ്ടും അവള് പറഞ്ഞത് കൊണ്ടും നിർത്തി. നീയോ അതുപോലെ നിന്റെ അച്ഛനോട് പറയണം. ഉറപ്പായിട്ട് നിന്റെ അച്ഛനെ നിർത്തും. നമ്മുടെ ഗ്ലോറി ആകട്ടെ ബസ് കയറുന്നതിന് മുമ്പ് മൈനയുടെ കയ്യില് അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറെ പണം എടുത്ത് കൊടുക്കുന്നു. വേണ്ടാന്ന് മൈന പറഞ്ഞെങ്കിലും കുരുവിയുടെ ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടിയിട്ട് എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അവൾ കൊടുക്കുന്നത്. അവൾക്ക് ആ കാശ് കൊണ്ട് വേണമെങ്കിൽ പോയി ലോൺ അടയ്ക്കാം. എന്നാലും തന്നെക്കാൾ ആവശ്യം ഇപ്പോൾ മൈനയ്ക്കാണെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവള് ബസ്സിൽ പോകുന്ന വഴിക്ക് ആ ഒരു അമ്മൂമ്മയെ കാണുന്നുണ്ട്. തന്റെ കൊച്ചുമകൾക്ക് വേണ്ടിയിട്ട് 2000 രൂപയുടെ സാരി 800 രൂപയ്ക്ക് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. അവര് പറഞ്ഞ പോലെ തന്നെ അവരുടെ കൊച്ചുമകള് ആ സാരി ഉടുത്തപ്പോൾ ഏഞ്ചലിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ഫോട്ടോ എടുത്ത ശേഷം അവളാകട്ടെ അത് ഗൂഗിളിന് അയച്ചു കൊടുക്കുന്നു. അവിടെ അൻപാകട്ടെ ജെന്നയുടെ കൂടെയാണ് കിടന്നുറങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. ഗൂഗിളിന് ഒറ്റയ്ക്ക് അവരുടെ ഗസ്റ്റ് ഹൗസിൽ കിടന്നുറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൻ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. കറക്റ്റ് ടൈമിൽ തന്നെ അവൻ അച്ഛനെ കാണണമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയ കാരണം ജെന്നയുടെ അമ്മയാകട്ടെ അവനെ എടുത്തുകൊണ്ടുവന്ന് ഇയാളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് തന്നെ അവൻ ഉറങ്ങിപ്പോയി. ശരിക്കും ഗൂഗിളിന് അപ്പോഴാണ് സമാധാനമായത്. അവൻ കൂടെയില്ലാതെ ഒറ്റയ്ക്ക് കിടക്കാൻ ഗൂഗിളിന് തോന്നിയില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ ജെന്നയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അൻപ് പറയുന്നുണ്ട്, നമുക്ക് വീട്ടിലോട്ട് പോകണ്ട, നാളെ പോകാമെന്ന്. നീ എപ്പോഴും വീട്ടിലോട്ട് പോകണ്ടെന്ന് എന്തിനാ ഇങ്ങനെ പറയുന്നത്? കുറെ ദിവസമായില്ലേ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട്. വീട്ടിൽ തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും വണ്ടി ഓടിക്കാൻ ആരംഭിച്ചു. അവനാകട്ടെ അവന്റെ മുട്ട ജെന്നയ്ക്ക് കൊടുത്തിട്ടായിരുന്നു വന്നത്. നിനക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ നീ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അവൾക്ക് വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കൊടുത്തതാണെന്ന് അവൻ പറയുന്നു. അച്ഛൻ ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്താന്ന് അവൻ ചോദിക്കുന്നു. സിഗരറ്റ് വലി നിർത്തണം. നിർത്താടാന്ന് അയാൾ പറയുമ്പോൾ ഇത് എനിക്ക് തരുന്ന 18ാമത്തെ പ്രോമിസാ. ഓരോ തവണയും പ്രോമിസ് ചെയ്യും, പക്ഷേ തെറ്റിക്കും. എന്നാൽ ഇത്തവണ നിർത്തൂന്ന് അവൻ ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ സിഗരറ്റ് പാക്കറ്റ് എടുക്ക്, തലക്കുഴിഞ്ഞിട്ട് തുപ്പിയിട്ട് ദൂരേക്ക് കളയാൻ പറയുന്നു. അൻപ് പറഞ്ഞ പോലെ അവൻ ചെയ്തു. ഇനി തന്റെ അച്ഛൻ സിഗരറ്റ് വലിക്കില്ലാന്ന് അൻപ് വിശ്വസിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവർക്ക് ഗ്ലോറിയെ വിളിക്കണമായിരുന്നു. അവൾ രാവിലെ എത്തും. സ്റ്റേഷന്റെ അടുത്ത് എത്തിയ ശേഷം അടുത്തുള്ള കടയില് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. നിനക്ക് ചായ കുടിക്കണമെന്ന് ആഗ്രഹമല്ലേ, ഇതാ നിന്റെ ആദ്യത്തെ ചായ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ അവന് ചായ കൊടുക്കുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി എന്റെ ആദ്യത്തെ ചായ ജെന്നയുടെ വീട്ടിൽ നിന്ന് കുടിച്ചുവെന്ന്. ശരി, നീ ചായ കുടിക്ക്, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ദൂരേക്ക് മാറി. ശരിക്കും ഗൂഗിൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഗ്ലോറിയെ വിളിക്കുകയായിരുന്നു. എന്നാൽ ഗൂഗിളിനെ കാണാതെ തിരികെ വന്ന അൻപാകട്ട് അവൻ സിഗരറ്റ് വലിക്കുന്നത് വീണ്ടും കാണുന്നു. അതോടുകൂടി ദേഷ്യത്തില് അവൻ അവിടെ നിന്നും ഇറങ്ങി നടക്കാൻ തുടങ്ങി. ആ റെയിൽവേ പാളത്തിലൂടെ കുറെ ദൂരം മുന്നോട്ട് പോയി. ഗൂഗിളിനോട് ദേഷ്യം തോന്നുമ്പോൾ എപ്പോഴും അവൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അയാളിൽ നിന്നും ദൂരേക്ക് ഓടും. അങ്ങനെ പോകുമ്പോൾ ഒരു പയ്യനാകട്ടെ തത്തയെ പിടിക്കാൻ മരത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നത് അവൻ കാണുന്നു. തനിക്ക് മരത്തിന്റെ മുകളിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ആ പയ്യന്റെ സഹായത്തോടു കൂടി അൻപ് മരത്തിന്റെ മുകളിൽ കയറി. എന്നാൽ തനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ആ പയ്യൻ പോയി. നിന്നെ ആര് തിരിച്ചിറക്കുമെന്ന് ചോദിക്കുമ്പോ അതിനൊക്കെ പിറകെ എന്റെ അച്ഛൻ വന്നോളൂ എന്നാണ് അവൻ പറയുന്നത്. ആ പയ്യൻ പോയി കഴിഞ്ഞപ്പോൾ അൻപ് മരത്തിന്റെ മുകളിൽ തന്നെ ഇരിക്കുകയാണ്. അൻപിനെ കാണാതെ ഗോകുലാകട്ടെ അവിടെ എല്ലായിടത്തും അന്വേഷിച്ചു നടക്കുന്നു. ഒടുവിൽ അവൻ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് അയാൾ കാണുന്നു. താഴേക്ക് ഇറങ്ങി വേണ്ടെന്ന് പറയുമ്പോ അച്ഛനൊരു കള്ളനാണെന്ന് പറഞ്ഞിട്ട് അവൻ വഴക്കിടുന്നു. സിഗരറ്റ് വലിക്കില്ലാന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ വാക്ക് തെറ്റിച്ചില്ലേ. അവനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഗോകുല് വീണ്ടും പറയുന്നുണ്ട്, എടാ ഞാൻ ഇനി വലിക്കില്ല, ഒന്ന് താഴെ ഇറങ്ങി വരാൻ. എന്നാൽ അവൻ പറയുന്നുണ്ട്, താൻ ട്രൈ ചെയ്താ, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് കയറാൻ മാത്രമേ അറിയൂ, ഇറങ്ങാൻ അറിയില്ല. ഞാൻ എവിടെന്നെങ്കിലും പോയി ഒരു ഏണി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഏണി എടുക്കാൻ പോയി. ഈ സംഭവങ്ങളെല്ലാം അവൻ ഗ്ലോറിയോടും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഗ്ലോറിക്ക് ഇതൊക്കെ കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. അങ്ങനെ ഒരു വിധത്തില് ഏണി വെച്ച് മുകളിലേക്ക് കയറി അവനെ പതിയെ ഏണി വഴി താഴേക്ക് ഇറക്കി. പക്ഷെ താഴെ എത്തിയതും അവൻ ഏണി തട്ടിക്കളയുന്നു. ഗൂഗിള് മരത്തിന്റെ മുകളിലും. സിഗരറ്റ് വലിക്കില്ലാന്ന് ഉറപ്പ് തന്നെങ്കിലേ പറ്റൂ, അല്ലാതെ താഴെ ഇറങ്ങാൻ പറ്റില്ല. താൻ വലിക്കില്ലാന്ന് അവൻ വീണ്ടും വീണ്ടും പറഞ്ഞെങ്കിലും അൻപിന് അറിയായിരുന്നു താഴെ വന്നു കഴിയുമ്പോൾ ഇവന്റെ സ്വഭാവം മാറുമെന്ന്. തൽക്കാലം കുറച്ചു നേരം അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. ഗൂഗിളിന് താഴോട്ടിറങ്ങാൻ നല്ല പേടിയാകുന്നുണ്ടായിരുന്നു. ഏണിയില്ലാതെ അവനും ഇറങ്ങാൻ അറിയില്ല. മരത്തിന്റെ മുകളിലിരുന്ന് ഗ്ലോറി അവൻ വിളിക്കുന്നു. അൻപ് കൊടുത്ത പണി കേട്ടിട്ട് ഗ്ലോറി പൊട്ടിച്ചിരിക്കുകയാണ്. ഗൂഗിൾ അവളോട് പറയുന്നുണ്ട്, നീ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചുകൊണ്ട് ഓടി ഇങ്ങോട്ട് വരാൻ. ഞാൻ ഇവിടെ മരത്തിന്റെ മുകളിലിരിക്കുക. അവൾ അപ്പോഴേക്കും വരാറായിട്ടുണ്ടായിരുന്നു. അൻപ് നേരെ പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികളുടെ അടുത്തേക്കാണ്. അവരുടെ കൂടെ അവൻ ഫുട്ബോൾ കളിക്കുന്നു. അവൻ പറയുന്നുണ്ട്, തന്റെ അച്ഛനൊരു കള്ളൻ, അതുകൊണ്ട് പണി കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന്. കുട്ടികളും പറയുന്നുണ്ട്, ഞങ്ങളുടെ അച്ഛന്മാരും കള്ളന്മാരാണെന്ന്. അങ്ങനെ അവരെല്ലാവരും വീണ്ടും കളിക്കാൻ ആരംഭിച്ചു. മരത്തിന്റെ മുകളിലിരുന്ന് ബോറടിച്ച ഗോകുലാകിട്ട വീണ്ടും സിഗരറ്റ് വലിക്കാൻ ആരംഭിച്ചു. പാവമല്ലേന്ന് കരുതിയിട്ട് ഗോകുലിനെ താഴെ ഇറക്കാമെന്ന് അൻപ് കാണുന്നത് ഇവൻ വീണ്ടും സിഗരറ്റ് വലിക്കുന്നതാ. ദേഷ്യം വന്ന അൻപാകട്ടെ വീണ്ടും
വീണ്ടും അവിടെ നിന്നും തിരിച്ചു പോകുന്നു. തനിക്ക് ഏത് നേരത്തെ വീണ്ടും സിഗരറ്റ് വലിക്കാൻ തോന്നിയെന്ന് ആലോചിച്ചിട്ട് ഗോകുല് സ്വയം പഴിക്കുകയാണ്. അല്ലെങ്കിൽ ഇവനിപ്പോ ഏണി വെച്ച് തന്നെ താഴെ ഇറക്കിയാണ്. അങ്ങനെ കുറെ കഴിയുമ്പോ ഗ്ലോറി വന്ന ട്രെയിൻ ഇറങ്ങി. ഗോകുലിന്റെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കടക്കാരനെ അന്വേഷിച്ചിട്ട് അവൻ എങ്ങോട്ടാ പോയതെന്ന് കണ്ടെത്തി അവൾ അവിടെ എത്തുന്നു. ഗോകുലാകട്ടെ മരത്തിന്റെ മുകളിൽ ഇരുന്ന് നല്ല ഉറക്കമാണ്. കല്ലൊക്കെ എടുത്തെറിഞ്ഞിട്ടാണ് അവൻ ഉണർന്നു വന്നത്. അങ്ങനെ അവളുടെ കൂടെ വന്ന ആളും അവളും ചേർന്നിട്ട് ഏണി വെച്ച് അവനെ താഴേക്ക് ഇറക്കി. അൻപ് എവിടെയെന്ന് ചോദിക്കുമ്പോ അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് അവൻ പറയുന്നു. അവര് പോയി നോക്കുമ്പോ അവൻ കളിക്കുകയായിരുന്നു. അവര് ചെന്ന് നോക്കുമ്പോ അവൻ അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുകയാണ്. ഓടിപ്പോയി അവനെ പിടിക്കണമെന്ന് ഗ്ലോറി പറയുന്നു. എന്നാൽ തനിക്കിനി ഓടാൻ വയ്യാന്നാണ് ഗോകുല് പറയുന്നത്. ഇവരവനെ വിളിക്കുമ്പോഴേക്കും ഇവരെ കണ്ട് അവൻ ദൂരേക്ക് ഓടിപ്പോയി. അവര് പിറകെ ഓടുന്നു. അടുത്തുള്ളൊരു കുളത്തിലേക്കാണ് അവൻ ചാടുന്നത്. നീന്തിപ്പോയി അവനെ പിടിച്ചുകൊണ്ടുവരാൻ ഗ്ലോറി പറയുമ്പോ അൻപ് വിളിച്ചു പറയുന്നുണ്ട് അച്ഛന് നീന്താനൊന്നും അറിയില്ല എന്ന്. ഗോകുലും പറയുന്നു തനിക്ക് നീന്താൻ അറിയില്ല. ഗ്ലോറി ഒരു വിധത്തില് വെള്ളത്തിലേക്ക് ചാടി അവനെ പിടിക്കാൻ പോയി. അപ്പോഴേക്കും അൻപ് അവിടെ നിന്നും കരയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവസാനം ഗ്ലോറി വെള്ളത്തിൽ കിടക്കുകയാണ്. ഗോകുല് വീണ്ടും അൻപിന്റെ പിറകെ പോയി. അവൻ ഓടി ഓടി ഒരു ട്രാക്ടർകാരന്റെ കൂടെ അയാളുടെ വണ്ടിയിൽ കയറിപ്പോയി. ഗോകുല് അയാളുടെ പിറകെ പോകുന്നു. ഗ്ലോറിയുടെ ബാഗ് അവന്റെ കയ്യിലിരിക്കുകയാണ്. കുറെ ദൂരം ഓടി ഓടി ഗോകുൽ ആകെ തളർന്നു കിടക്കുകയാണ്. ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ആഗ്രഹിച്ച് കിടക്കുകയായിരുന്നു. അത്രയ്ക്ക് അവന് ദാഹിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ ട്രാക്ടർകാരൻ അവിടേക്ക് വരുന്നു. ആ പയ്യനെ എവിടെ വിട്ടു എന്ന് ചോദിക്കുമ്പോ പാലത്തിന്റെ അടുത്ത് വിട്ടിട്ടുണ്ടെന്നാണ് അയാൾ പറയുന്നത്. വീണ്ടും ഇനി വന്ന വഴി തിരിച്ചു പോകണം. അത് കാരണം ഗോകുല് തൽക്കാലം അയാളുടെ കൂടെ കുറച്ചു ദൂരം പോകുന്നു. വഴിയിൽ നമ്മുടെ ഗ്ലോറി തളർന്നിരിപ്പുണ്ടായിരുന്നു. അവളുടെ അടുത്ത് ചെന്നിരിക്കുമ്പോഴാകട്ടെ അവള് തന്റെ ബാഗ് വാങ്ങിയിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് താൻ ഇത്രയും നേരം വെള്ളത്തിന് ദാഹിച്ച് അവിടെ കിടക്കുമ്പോഴും ആ ബാഗിൽ വെള്ളം ഉണ്ടെന്ന് അവൻ ചിന്തിച്ചില്ലല്ലോ എന്ന്. അങ്ങനെ വെള്ളവും കുടിച്ച് തളർന്നവരിയ്ക്കുമ്പോഴാകട്ടെ ദൂരെ നിന്നും അൻപിന്റെ ബഹളം കേൾക്കുന്നു. അവൻ വീണ്ടും ഒരു മലയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. അവർ രണ്ടും വീണ്ടും മലയുടെ മുകളിലേക്ക് വെച്ചു പിടിക്കുന്നു. കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറുമ്പോഴേക്കും അവൻ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഗോകുല് ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇവൻ താഴെ കറങ്ങുന്നത്. ഇത്രയും നേരവും അവന് മുകളിലേക്ക് കയറാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. നീ അടിപൊളിയാടാ മോനെ, നീ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ അയാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് തനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ നാച്ചുറൽ ആയിട്ട് അവിടെ ഇരുന്ന് ടോയ്ലറ്റിൽ പോവുകയാണ്. എടാ നിനക്ക് വെള്ളമൊന്നും വേണ്ടെന്ന് ചോദിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇലയുണ്ടെന്ന് അവൻ പറയുന്നു. ഇതൊക്കെ കേട്ട് ഇവൻ എങ്ങനെ ഇതൊക്കെ പഠിച്ചു എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇനിയും നീ ഓടാതെ നിൽക്കുകയാണെങ്കിൽ ഞാൻ സിഗരറ്റ് വലിയൊക്കെ നിർത്താമെന്ന് അയാളെ വിളിച്ചു പറയുമ്പോൾ അൻപ് പറയുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ സിഗരറ്റ് വലിക്ക്, വേണ്ടെങ്കിൽ വലിക്കണ്ട. എന്താണെങ്കിലും എനിക്കെന്താ, നിങ്ങൾക്കല്ലേ ക്യാൻസർ വരാൻ പോകുന്നത്. ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോകും. പിന്നെ എന്താടാ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ വിളിച്ചു പറയുന്നുണ്ട് ഇതേ നാട്ടിൽ തന്നെ ഇരിക്കാമെന്ന് പ്രോമിസ് ചെയ്യണം. ഈ നാട്ടിലെ കുളങ്ങളും മരങ്ങളും ഇവിടുത്തെ ഗ്രൗണ്ടും ഇവിടുത്തെ കുട്ടികളെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇവിടുത്തെ സ്കൂളിൽ പഠിച്ചുകൊള്ളാം. ഇതുപോലൊരു സ്ഥലത്ത് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. എനിക്കിതുപോലെ ഓടിക്കളിച്ച് നടക്കണം. അവിടെ വീടിനകത്ത് തന്നെ എനിക്ക് ഇരിക്കാൻ വയ്യ. ഈ മലയിലും കുന്നിലും എല്ലാം എനിക്ക് കയറണം. എന്നാൽ നിനക്ക് അച്ഛനും അമ്മയും വേണമെങ്കിൽ മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഞങ്ങളുടെ കൂടെ വരാൻ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഞാൻ പറയുന്ന കേട്ടിട്ട് ഈ നാട്ടിൽ തന്നെ താമസിക്കാൻ. കുറെ നേരം നിങ്ങൾക്ക് ആലോചിക്കാൻ ഞാൻ ടൈം തരാം. ഞാൻ ആ ചായക്കടയിൽ ഉണ്ടാകും. അതും പറഞ്ഞിട്ട് അവൻ പോയി. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും തളർന്ന് അവിടെ തന്നെ ഇരിക്കുന്നു. അതിനിടയ്ക്ക് ഗോകുല് പറയുന്നുണ്ട് നിനക്ക് ആസ്മയുള്ളതല്ലേ, ഇന്നത്തെ ദിവസത്തോട് നിന്റെ ആസ്മയൊക്കെ പോയോ? അത് ശരിയാണെന്ന് അവൾക്കും തോന്നി. കുറെ ദൂരം ഓടിയപ്പോഴേക്കും ഒരു തവണ പോലും അവൾക്ക് തന്റെ ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വന്നില്ല. എന്നാ പിന്നെ അതിന്റെ ഉപയോഗം കഴിഞ്ഞില്ല, എടുത്ത് കളഞ്ഞേക്കാൻ അവൻ പറയുന്നു. അങ്ങനെ നമ്മുടെ ഗ്ലോറി തന്റെ ഇൻഹേലറും തലയ്ക്കൊഴിഞ്ഞിട്ട് തുപ്പിയിട്ട് ദൂരേക്ക് കളയുന്നു. അതുപോലെ നമ്മുടെ ഗോകുലും പറയുന്നുണ്ട് താൻ ഇനി സിഗരറ്റ് വലിക്കില്ല എന്ന്. അവൻ വീണ്ടും തന്റെ സിഗരറ്റ് പാക്കറ്റ് എടുത്ത് കളഞ്ഞു. മുൻപ് പറഞ്ഞ കാര്യത്തെ പറ്റി അവർ ആലോചിക്കുന്നു. അവൻ ആഗ്രഹിക്കുന്ന പോലെ ഇവിടെ ഒരു വീടെടുത്ത് മാറുന്നതല്ലേ നല്ലത്. അവൻ ചിലപ്പോ ഇതുപോലൊരു ലൈഫായിരിക്കും ആഗ്രഹിക്കുന്നത്. ശരിക്കും ഈ ഒരു മൂവിയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തെന്നാൽ കുട്ടികളുടെ ആഗ്രഹങ്ങൾ വളരെ ചെറുതായിരിക്കും. പക്ഷെ അച്ഛനമ്മമാര് അവർക്ക് ബെസ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അവരെ ജയിലിൽ അടയ്ക്കുന്ന പോലെയാണ് വളർത്തുന്നത്. എപ്പോഴും ഓൺലൈൻ ക്ലാസ്സും വലിയ വലിയ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിട്ട് ഒരുപാട് പ്രഷറും കൊടുക്കും. അവർക്ക് അവരുടെ കുട്ടിക്കാലം ആസ്വദിക്കാൻ പോലും പറ്റില്ല. കളിച്ച് വളരേണ്ട പ്രായത്തില് അവർ കളിച്ച് തന്നെ വളരണം. അച്ഛനമ്മമാരും കുട്ടികളും എല്ലാം തന്നെ എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കാം ജീവിക്കുന്നത്. ഇടയ്ക്കൊക്കെ അതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോവുക, ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുക. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു മൂവിയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.